ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ദോശയുടെ റെസിപ്പി കേട്ടോ. ചെറുപയർ കൊണ്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ചെറുപയർ കഴിക്കാത്തവർക്കും ദോശയോട് കൂടിയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ചെറുപയറാണ് ഞാൻ എടുക്കുന്നത്. അതിന് 4 ടേബിൾ സ്പൂൺ പച്ചരി, നമ്മുടെ വൈറ്റ് റൈസ് നമ്മൾ ദോശയ്ക്ക് ഇടുന്ന പച്ചരി എടുക്കാം. അപ്പോൾ ഇതിട്ടിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വയ്ക്കുക. ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് നമുക്കിതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കുന്ന പോലെ തന്നെ, അരി അരക്കുന്ന പോലെ തന്നെ. പക്ഷെ ചെറുപയറായതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, ഒരു ഭാഗം അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് അടുത്തതും അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഞാൻ അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 2ഓ 3ഓ, നിങ്ങൾക്ക് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്ര എരിവൊന്നും ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ 3 ചേർക്കണമെങ്കിൽ ചേർക്കാൻ. ഞാൻ 2 ചേർത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഒന്ന് കായപ്പൊടി. അപ്പം നമ്മളൊരു ചെറുപയറിൻ്റെ ഒക്കെ ഒരു മണം മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മൾ ഈ ദോശമാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലൂസായി പോവരുത്. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ദോശ കേട്ടോ. ഇത് അരച്ച് വയ്ക്കൊന്നും വേണ്ട. ഇത് തന്നെ നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ഇത് പരുത്തിന് ശേഷം നമുക്ക് ഇത്തിരി നെയ്യോ, അത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ വെളിച്ചെണ്ണ എന്താ, അല്ലെങ്കിൽ നല്ലെണ്ണ എന്താ വേണ്ട വെച്ചാൽ തടവി കൊടുക്കാം. കുറച്ച് നെയ്യ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചധികം നെയ്യൊക്കെ ഇട്ട് അതൊന്ന്, ഞാനിപ്പോൾ ഇത് തിരിച്ചിടാണെന്നില്ല കേട്ടോ. അതിങ്ങനെ മടക്കിയെടുക്കുക ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി മറ്റേ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ മൊരിച്ചെടുക്കാം. നമുക്കിതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം. അപ്പം ഞാൻ പലതരം ദോശകളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കാണാം. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.